മാതൃശാപത്തിനെക്കുറിച്ചും അത് മാറ്റുവാനുള്ള പ്രതിവിധിയെക്കുറിച്ചുമാണ് മനസ്സിലാക്കുന്നത്. ജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയുടെ ഗുണദോഷങ്ങളെ ചിന്തിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ ആ വ്യക്തിക്ക് ആരുടെയെങ്കിലും ശാപദോഷാദികളുണ്ടോ എന്നുള്ളത് പ്രത്യേകമായി നോക്കാറുണ്ട്. അതിൽ പ്രധാനമായും സ്വന്തം മാതാവിൻ്റെയോ അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ള വ്യക്തികളുടെയോ കോപമോ ശാപമോ ഉണ്ടോ എന്നും പരിശോധിക്കാറുണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് ആ വ്യക്തിയുടെ ഭാവി ജീവിതത്തിന് തീർച്ചയായും പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രതിബന്ധങ്ങൾ വരുത്തി തീർക്കുക തന്നെ ചെയ്യുന്നതാണ്. ഏറ്റവും അധികം നമ്മളെ സ്നേഹിച്ച വ്യക്തികളെ നമ്മൾ അവഗണിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ അവർക്കുണ്ടാകുന്നൊരു വിഷമം നമ്മളിൽ ദോഷമായിട്ട് വന്നു ഭവിക്കുന്നു. അതുകൊണ്ടാണ് മാതൃശാപത്തിന് ഇത്രയധികം പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഒരു ദിവസം ശരിയായി ഉറങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നല്ല രീതിയിലായിരിക്കുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു ഗർഭിണി ആയത് മുതൽക്ക് ഏകദേശം 9-ലധികം 10 മാസത്തോളം ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു ക്ലേശങ്ങൾ. ആദ്യ മാസങ്ങളിൽ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുന്നൊരവസ്ഥ, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പോലും കഴിക്കാൻ പറ്റാത്തതായിരിക്കുന്ന സ്ഥിതിവിശേഷം, ശരീരത്തിലുള്ള പലതരത്തിലുള്ളതായിരിക്കുന്ന വേദനകൾ, ഇതെല്ലാം അവർ തരണം ചെയ്യുന്നത് തൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. ഗർഭിണിയായത് മുതൽക്ക് തന്നെ ആ സ്ത്രീ മാതാവായി കഴിഞ്ഞു എന്ന് തന്നെ പറയാവുന്നതാണ്. ഗർഭകാലത്തിൽ തന്നെ അവൾ തൻ്റെ കുഞ്ഞിനോട് സംസാരിക്കുന്നു, ഹൃദയം കൊണ്ട് അതിനെ കാണുന്നു, കുഞ്ഞിൻ്റെ ആകുലതകളെല്ലാം തന്നെ മനസ്സിലാക്കുന്നു. അതികഠിനമായിരിക്കുന്ന ആ പ്രസവ വേദന സഹിച്ച് പ്രസവിക്കുന്നതായിരിക്കുന്ന സമയത്തിൽ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ട് അത് നൽകിയ ആത്മനിർവൃത്തി നിമിത്തമായിട്ട് അവൾ തൻ്റെ വേദനയെല്ലാം തന്നെ മറക്കുന്നു. നിസ്വാർത്ഥമായിരിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഉറവിടമാണ് മാതൃഹൃദയം. ചുരുക്കം ചില ജീവജാലങ്ങൾ ഒഴികെയുള്ളതായിരിക്കുന്ന പക്ഷി മൃഗാദികളെല്ലാം തന്നെ ജനിച്ചു കഴിഞ്ഞാൽ അല്പസമയം കൊണ്ട് തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാറുണ്ട്. എന്നാൽ മറ്റ് ജന്തുജാലങ്ങളെ പോലെയല്ല മനുഷ്യന്മാർ. അവന് തൻ്റെ സ്വന്തം കാര്യം സ്വയം നിറവേറ്റുവാൻ വർഷങ്ങളുടെ കാലതാമസം വേണ്ടി വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിനിടയ്ക്ക് തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കുന്ന അമ്മയുടെ സ്നേഹം അത് വളരെയധികം അമൂല്യമാണ്. ജനിച്ചതിന് ശേഷമുള്ള കുറച്ച് മാസങ്ങൾ കരയാനും കൈകാലിട്ടടിക്കാനുമല്ലാതെ മറ്റെന്താണ് നമ്മളെ കൊണ്ട് സാധിക്കുക? വിശന്നാൽ പോലും കരയുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഏത് തരത്തിലുള്ളതായിരിക്കുന്ന വേദന വന്നാലും, എന്തിനെ ഉറുമ്പ് കടിച്ചാൽ പോലും കരയുക മാത്രമേ വഴിയുള്ളൂ.